ആദ്യം തന്നെ ഞങ്ങൾ ദീപക്കിന്റെ കുടുംബത്തിന് 1,00,000 രൂപ കൊടുക്കാമെന്നാണ് കരുതിയത്. ഇപ്പോൾ 3,17,000 രൂപ, കൃത്യമായിട്ട് പറഞ്ഞാൽ 3,17,024 രൂപ ഇപ്പോൾ ദീപക്കിന്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദീപക്കിന്റെ അക്കൗണ്ടിലേക്ക് പിന്നീട് 2 ലക്ഷം രൂപയും മലബാർ ഗോൾഡിന്റെ ശ്രീ AK ഫൈസൽ ജി, അതേപോലെ ശ്രീ ഹിലൽ അബ്ദുള്ള, അദ്ദേഹം ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ MD രണ്ടുപേരും ദുബായിലുള്ളവരാണ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് നമ്മുടെ അക്ബർ സാർ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. MRFിൻ്റെ ശ്രീ ജോയ്, ശ്രീ മുകേഷ്, അത്തുൽ അടക്കമുള്ള ആൾക്കാർ പാർട്ടിലുണ്ട്. ഹോമീസ് എന്ന് പറയുന്നത് ഈ അങ്ങനെ നിങ്ങളൊരു പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഹോമീസ് മിൽക്കി ബാത്ത് എന്നുള്ള ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ട്രെയിനിങ് സപ്പോർട്ട് 2 ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. പേരൻസിനോടും അഭ്യർത്ഥിക്കുന്നുണ്ട്, റിലേറ്റീവ്സിനോടും. ഒന്ന് ജനുവരി 17 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ആ ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തിലേക്കും പോകാൻ ദൗർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത്. അപ്പോൾ ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായി ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട്, ഒരു പുരുഷൻ അവൻ്റെ അവകാശങ്ങളിലും അവൻ്റെ ജീവിതത്തിലെ വേദന സംഭവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. അതോടൊപ്പം ദീപക്കിൻ്റെ ഓർമ്മ നിലനിർത്താൻ, കാരണം നമ്മളൊക്കെ ഈ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസമോ 2 മാസമാണ് കാണുന്നത്. ഇവരുടെ ജീവിതം അതിന് ശേഷവും തുടർന്നു പോകണമല്ലോ. അപ്പോൾ ദീപക്കിൻ്റെ ഓർമ്മ നിലനിർത്താൻ, ദീപക്കിൻ്റെ സ്മരണാർത്ഥം 24 hours ലഭ്യമായൊരു ഹെൽപ്പ് ലൈൻ ഞങ്ങൾ അതിൻ്റെ വിഷയങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സെറ്റപ്പ് ചെയ്യും. 24 മണിക്കൂറും ഏത് പുരുഷനും വിളിച്ചാൽ കിട്ടാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ, ലാൻഡ് ലൈൻ നമ്പർ അല്ല. പലപ്പോഴും ലാൻഡ് ലൈൻ നമ്പർ ഗവൺമെൻറ് ഒന്നും വർക്ക് ചെയ്യാറില്ല. പുരുഷന്മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ വാട്സപ്പ്. അതിൽ വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും, അതായത് അവർ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവരെ ഒരു ലോയറുടെ അടുത്തേക്ക്, ഒരു ഡോക്ടറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലൈഫ് കോച്ചും ലീഗൽ കോച്ചിലേക്കും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിഷൻ മെൻസ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടുണ്ട്. അതിന് വ്യത്യസ്ത സംഘടനകളോട് MRF അടക്കമുള്ള സംഘടനകളോട് സഹകരിച്ച് നമ്മൾ പോകുന്നുണ്ട്. അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയി നേരത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. തൽക്കാലം അവർ അബ്സ്കോണ്ടിങ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ, ആ പെൺകുട്ടിയോട് ആർക്കും പ്രതികാരമല്ല ഉള്ളത്, പക്ഷേ നീതിയാണ് വേണ്ടത്. അപ്പം ചിലപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചില ആൾക്കാരൊക്കെ വളരെ മോശം കമൻറ്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ഇടുന്നത് പറ്റും. അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല. കാര്യം പ്രതികാരമല്ല നീതി. പക്ഷേ ദീപക്കിന് നീതി കിട്ടണം, ദീപക്കിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും IT ആക്റ്റും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ്. നാളെ ഏറ്റവും പ്രധാനം, നാളെ വേറൊരാളുടെ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ജീവിതം ഇല്ലാതായ, ഞാനത് പറയുന്നത് ഒരു അച്ഛനായിട്ട് കൂടെയാണ്. അതായത് ഞാൻ 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. ഒന്നാമത്തെ മോന് 9 വയസ്സും രണ്ടാമത്തവന് 2 അല്ലെങ്കിൽ 3 വയസ്സുമാണ്. നാളെ അവൻ വളർന്നു വരുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഉള്ള ലോകമായിരിക്കും. നാളെ അവരുടെ കണ്ടന്റിനായിട്ടോ അവരുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യരുത്. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിക്കടക്കം മകനുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ആൺമക്കളും ഉള്ളതാണ്. സ്ത്രീകളോടൊപ്പം തീർച്ചയായിട്ടും വേണം, എല്ലാവിധ പിന്തുണയും സ്ത്രീകൾക്കുണ്ട്. എന്നാൽ പുരുഷന്മാർക്കും കൂടി സപ്പോർട്ട് വേണം. ഇന്ന് 11:30 പ്രസ് മീറ്റുണ്ട്. ആ പ്രസ് മീറ്റിലും മാധ്യമങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 11 മാസമായി നിയമസഭയിൽ പുരുഷ കമ്മീഷൻ ബില്ല് ഇരിക്കുക. 11 മാസമായിട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പീക്കർ പെർമിഷൻ കൊടുത്തതാണ്. ഇതുവരെ അവതരിപ്പിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം, നിങ്ങൾ മാധ്യമങ്ങൾ അവരെ സ്ത്രീ വിരുദ്ധരെന്ന് വിളിക്കുമെന്ന് പേടിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. നമ്മുടെ കേരളമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന MLA സ്വകാര്യ ബില്ലായിട്ട് കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ചു. ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആപ്പിൻ്റെ MP, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകനാണ്. നമ്മളാണ് ഏറ്റവും പോസിറ്റീവായ ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ സ്ത്രീവിരുദ്ധരാണെന്ന് മാധ്യമങ്ങൾ വിളിക്കും, സ്ത്രീവിരുദ്ധ ചാപ്പ കുത്തും, സ്ത്രീവിരുദ്ധരാണെന്ന് ചർച്ച ഉണ്ടാകുമെന്ന് പേടിച്ചാണ് ഈ വിഷയം സംഭവിക്കാൻ. അതിനും കൂടി സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ സംശയത്തെ വെച്ചാൽ ദീപക്കിൻ്റെ അച്ഛനെയും അമ്മയും കാണുകയുണ്ടായി. ഞങ്ങളാൽ കഴിയുന്ന രീതിയിലും ശ്രീ ഫൈസലിൻ്റെയും പുനർനെയും സപ്പോർട്ടോടുകൂടി 3,17,000 3,17,000 രൂപ കൊടുക്കുകയുണ്ടായി. അവർക്ക് ഇനിയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പിന്തുണ കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം നമ്മൾക്ക് ആവശ്യം ആ പെൺകുട്ടിയെ വേറൊന്നും കൊണ്ടല്ല, നിയമം അനുശാസിക്കുന്നത് അറസ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യണം. ആ പെൺകുട്ടിയോടും പ്രതികാരമില്ല. വളരെ മോശം കമൻറ്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ചില ആൾക്കാർ ഇടുന്നത് കണ്ടു. ഞാൻ അവരുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കണ്ടന്റ് ചെയ്യുന്ന കുട്ടികളെ
പീഡിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ചില കമൻറ്റുകളുണ്ട്. അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല പോലീസ് ആക്ഷനും എടുക്കണം. അത്തരത്തിൽ അമിതമായി ഏതെങ്കിലും പുരുഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സ്ത്രീകളെതിരെ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. പോലീസ് അതിന് നിയമം എടുക്കണം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്ത്രീകൾ അങ്ങനെ പറയുന്നു, ചില പുരുഷന്മാർ പറയുന്നു. രണ്ടും ശരിയല്ല. കാര്യം പുരുഷനും സ്ത്രീയും സമൂഹത്തിലെ രണ്ട് കൈകളാണ്. അവ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, പരസ്പര വിരോധത്തിലല്ല. ഈ അവസരത്തിൽ പുരുഷ കമ്മീഷൻ വേണം. ജനുവരി 17 പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും. ദീപകിൻ്റെ സ്മരണ നിലനിർത്താനായി ദീപകിൻ്റെ ജന്മദിനത്തിലും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനത്തിലും നമ്മളത് ആചരിക്കും. അതോടൊപ്പം ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് ഒരാഴ്ചക്കുള്ളിൽ. നമുക്ക് ഓൾറെഡി നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈസ്റ്റ് റിപ്പബ്ലിക് ഡേയോ അതിന് ശേഷമെങ്കിലും 24 മണിക്കൂറും ആക്റ്റീവ് ആകുന്ന ഒരു ഹെൽപ്പ് ലൈൻ മൊബൈൽ നമ്പർ പ്ലസ് വാട്സപ്പ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഞങ്ങളല്ല, ഡിജിറ്റലി ബേസ്ഡ് ആണ് വർക്ക്. ഇനി ഇതൊരു സംഘടനയോ സംവിധാനമോ അല്ല. അതായത് മെൻസ് കമ്മീഷൻ ഗവൺമെൻറ് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എല്ലാ കമ്മീഷനും, മെൻസ് കമ്മീഷനും യൂത്ത് കമ്മീഷനും ഒക്കെ. അതുകൊണ്ട് ഞാൻ യൂത്ത് കമ്മീഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ്. അതുകൊണ്ട് നിർബന്ധമായി കൊണ്ടുവരണം. ഇതോടൊപ്പം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ഓൾറെഡി പുരുഷന്മാർക്ക് വേണ്ടി ഈ സപ്പോർട്ടിൻ്റെ ഭാഗമായി ഹോമീസ് മെൻ കി ബാത്ത് എന്ന് പറയുന്ന സാധിക്കടക്കം ബാംഗ്ലൂരിലെ അവരുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11:30 അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നു. ഇതൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും സപ്പോർട്ടിന് വേണ്ടിയുള്ള കാര്യം 11:30 നിങ്ങളെ പ്രസ് മീറ്റിലൂടെ കാണണമെന്ന്